ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാൽ കോൺഗ്രസിന്റെ ഒറിജിനൽ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ആൾ പ്രസക്തനേ അല്ല. ആ രീതിയിൽ രാഹുൽ മാങ്കൂട്ടം മിന്നുന്ന വിജയം പാലക്കാട് നേടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് ഏറ്റവും കൃത്യമായ നിലപാടെടുക്കുന്നത്, ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ അടൂർ പ്രകാശിനെ ഈ SIT ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. എടോ പോലീസേ, എടോ SIT ധൈര്യമുണ്ടെങ്കിൽ കേരളോ ക്ലിഫ് ഹൗസിലേക്ക് എന്നാ പറഞ്ഞത്. പണ്ടേ പിണറായി വിജയനെ എടോ പിണറായി വിജയ എന്ന് വിളിക്കാൻ തന്റെ എണ്ണം കാണിച്ച രാഹുൽ മാങ്കൂട്ടം പുറത്തിരുന്നുകൊണ്ട് പറയാണ് അടൂർ പ്രകാശിനെ തൊടണ്ട, അടൂർ പ്രകാശിനേക്കാൾ ആദ്യം കയറേണ്ടത് ക്ലിഫ് ഹൗസിലേക്കാണ് എന്ന് അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടം കേട്ടോ. അതിനുശേഷം നിരവധിയായ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഏറ്റവും അവസാനത ഇപ്പൊ റീത്ത് വെച്ചല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ റീത്ത് കൊണ്ടുവച്ചപ്പോ കോൺഗ്രസിലെ കടൽ കിഴവന്മാർ പറഞ്ഞു അതൊന്നും നമ്മുടെ രീതിയല്ല. രമേശ് ചെന്നിത്തല പറഞ്ഞു, VD സതീശൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യരുത്. പക്ഷെ ജനീഷ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജനീഷ് പറഞ്ഞു അക്കാര്യത്തിൽ ആരും ഇടപെടണ്ട, ഞങ്ങളുടെ സമരരീതി ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയണ്ടേ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിശക്തമായ ഭാഷയിൽ എന്തൊക്കെയാണ് ഇവിടെ CPM നടത്തിയ തോന്നിവാസങ്ങൾ എന്ന് അക്കമിട്ട് പറഞ്ഞുകൊണ്ട് വെക്കേണ്ടതാണ് റീത്ത് എന്ന് കൃത്യമായ നിലപാട് രാഹുൽ മാങ്കൂട്ടം എടുക്കുകയാണ് കേട്ടോ. അത് സംബന്ധിച്ച് ഞാൻ അടുത്ത വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടം അകത്തുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെക്കാൾ അതിശക്തനാണ്. രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട്. CPM-ന് ഇപ്പോഴും പേടി പുറത്തു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ്. ആ പുറത്തു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഏറ്റവും മികച്ച വിജയത്തോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തിരിച്ചു വരും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വന്നു കഴിഞ്ഞാൽ അന്ന് കോൺഗ്രസുകാർ രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റെടുക്കും, അഡോപ്റ്റ് ചെയ്യും, എന്ന് പറഞ്ഞാൽ അബ്സോർബ് ചെയ്യും, പാർട്ടിയിലേക്ക് എടുക്കും. അപ്പോൾ അടുത്ത നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകും. ഉറപ്പിച്ചോട്ടോ. പിണറായി വിജയനൊക്കെ അന്ന് പ്രതിപക്ഷത്തിരിക്കുകയായിരിക്കുമല്ലോ. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തിരിക്കുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. എന്തായാലും പിണറായി വിജയൻ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. മരുമോനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുന്ന ദുർബലനായ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പിണറായി വിജയനെ വിറപ്പിക്കാൻ പുലിക്കുട്ടിയായി രാഹുൽ മാങ്കൂട്ടം വരും. ഒരു സംശയമില്ല കേട്ടോ, ഒരു സംശയം. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ചുമരെഴുത്തുമായി മുന്നോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥിയുടെ പേര് അതിൽ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി രാജീവ് ചന്ദ്രശേഖർ ആണ് നേമത്തെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ ഏതാണ്ട് തത്വത്തിൽ തീരുമാനമായി. ആ രീതിയിൽ നേമത്ത് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇന്നറിഞ്ഞത്. ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായ പാലക്കാട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എല്ലാവരും വളരെ താല്പര്യത്തോടെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമോ എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഞാനൊരു കാര്യം പറയുകയാണ്. ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും. ഉറപ്പാണ്. 100%, 100% 101% ഉറപ്പാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും. എന്തുകൊണ്ട് മത്സരിക്കും? രാഹുൽ മാങ്കൂട്ടം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എങ്കിൽ കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ നേതാവ് അപ്രത്യക്ഷനാകും. ഒരു സംശയമില്ല. രാഹുൽ മാങ്കൂട്ടം കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ രാഹുലിന് മുന്നിലുള്ളൂ. മത്സരിച്ചേ തീരൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കുമോ? തിരിച്ചെടുക്കില്ല. തൽക്കാലം ഇന്നത്തെ ഈ അവസ്ഥ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് തിരിച്ചെടുക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു വിധത്തിലുള്ള അയോഗ്യതയുമില്ല. രാഹുലിനെ അയോഗ്യനാക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി. പക്ഷേ അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം അയോഗ്യപ്പെടാൻ പോകുന്നത് ആരായിരിക്കും? മരുമോനായിരിക്കും. മുകേഷ് ആയിരിക്കും, ഗണേഷ് ആയിരിക്കും.
അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അയോഗ്യനാക്കപ്പെട്ടിട്ട് മാത്രമേ രാഹുലിനെ അയോഗ്യനാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു നിയമോപദേശം കിട്ടിയപ്പോഴാണ് അത് തൽക്കാലം വേണ്ടാന്ന് വെച്ചത്. അപ്പൊ രാഹുലിനെ അയോഗ്യനാക്കിയിട്ടില്ല. രാഹുലിന് അടുത്ത തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തൽക്കാലം സതീശൻ സമ്മതിക്കില്ല. പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെ നമുക്കറിയാം, കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ വിഭാഗം എന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാം, ഒരു വലിയ വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്താ പറയാ ആൾക്കാർ വായിക്കുന്ന, ശ്രദ്ധിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ആണ്, അല്ലാതെ TV ചാനലുകളോ പത്രങ്ങളോ ഒന്നുമല്ല. ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നോക്കിയാൽ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ജനപ്രീതി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിലെ ഒരു യുവ നേതാവിനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത്ര ജനപ്രീതിയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് ലൈംഗിക ആരോപണങ്ങൾ വന്നു. ശരി, വന്നു. അതിലിപ്പോ എന്താ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 ലൈംഗിക ആരോപണ കേസുകൾ വന്നു. പക്ഷെ 3 രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. അങ്ങനെയാണ് മുൻകൂർ ജാമ്യം ഈ ഹൈക്കോടതിയും 2 സെഷൻസ് കോടതികളും നൽകിയത്. എന്തൊക്കെയായിരുന്നു നമ്മൾ കേട്ടതല്ലേ? രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ പെണ്ണുപിടിയനാണ്, ലൈംഗിക വൈകൃതക്കാരനാണ്, ഇത്രയും വലിയൊരു ആളില്ല. ഈ വിവരമൊക്കെ കേട്ടാൽ അമേരിക്കയിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെയാണ് നമ്മുടെ റിനി ആൻ ജോർജ് ഒക്കെ പറഞ്ഞത്. ഏറ്റവും വലിയ രസം, റിനി ആൻ ജോർജിനെ കാണാനില്ല. റിനി ആൻ ജോർജ് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ആദ്യമായി കരിവാരി തെച്ച രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ ചെറുപ്പക്കാരനെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ വരാനിടയാക്കിയ ഒരു മുതലാണ് റിനി ആൻ ജോർജ്. റിനി ആൻ ജോർജിനെ ഇപ്പം കാണാനില്ല. കാരണം റിനി ആൻ ജോർജ് ഞെട്ടി. ശ്രീനാദേവി കുഞ്ഞമ്മ ഒരടി കൊടുത്തു. ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു, ഇനി മിണ്ടരുത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീ പറഞ്ഞ കാര്യങ്ങൾ എന്താ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടം പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം തന്നോട് മോശമായി പെരുമാറി. അങ്ങനെയായിരുന്നല്ലോ റിനി ആൻ ജോർജ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? റിനി ആൻ ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ചെന്ന് ഹെഡ് ചെയ്തത് റിനി ആൻ ജോർജ് ആണ്, അല്ലാതെ രാഹുൽ മാങ്കൂട്ടം റിനി ആൻ ജോർജിനെ തേടി ചെന്നതല്ല. അപ്പൊ റിനി ആൻ ജോർജ് ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തെ ചെന്ന് അങ്ങോട്ടേക്ക് പരിചയപ്പെടുന്നു ഈ സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയാണ് 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടം മോശം പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വരുമോ അങ്ങനെ എന്തോ പറഞ്ഞതാണ് പറയുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം തന്നെ ഹാഷ്മിയുമായ ഇന്റർവ്യൂവിൽ പറഞ്ഞു, റിനി ആൻ ജോർജ് ഈ ഇതിൽ വന്ന ഈ ചാറ്റ് മുഴുവൻ വെളിപ്പെടുത്തട്ടെ. എന്നിട്ട് പറയാണ് രാഹുൽ മാങ്കൂട്ടം ഹാഷ്മിയുടെ ഫോൺ പരിശോധിക്കും, റിനി ആൻ ജോർജ് എന്നോട് എന്താ പറഞ്ഞെന്ന് കൂടി കേൾക്കണമല്ലോ എന്ന് പറഞ്ഞാൽ റിനി ആൻ ജോർജ് അതോടുകൂടി പെട്ടു. അപ്പൊ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു, ഇങ്ങനെ മോശം പെരുമാറ്റം ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായത് എന്ന് പറയുന്ന റിനി ആൻ ജോർജ് ഇങ്ങനെ മോശം പെരുമാറ്റം ഉണ്ടായി എന്ന് പറയുന്ന ആ ദിവസത്തിന് ശേഷം എത്രയോ മാസങ്ങൾക്ക് ശേഷം റിനി ആൻ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തെ വീഡിയോ ചാറ്റ് ചെയ്യുകയാണ്. രാത്രി എപ്പോഴറിയോ? രാത്രി 12:30 മണിക്ക്. എന്നിട്ട് പറയാണ്, നമുക്ക് സീക്രട്ട് ചാറ്റിന് വേണ്ടിയിട്ട് വരാൻ ക്ഷണിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു, എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. അതോടുകൂടി റിനി ആൻ ജോർജ് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയ റിനി ആൻ ജോർജിനെ കാണാനില്ല. മറ്റൊരാളാണ് ഈ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഷഹനാസ്, MA ഷഹനാസ് എന്ന് പറയുന്ന എന്തോ യൂത്ത് കോൺഗ്രസിന്റെ ഇവരുടെ സാംസ്കാരിക വിഭാഗത്തിന്റെ എന്തോ നേതാവാണ് എന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല. അവരാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താ പറയാ പെണ്ണുപിടിയാൻ കോഴി അല്ലേ. ഇപ്പൊ റിനി ആൻ ജോർജ് ഈ ഷഹനാസിനെ കാണാനില്ല. കാരണം എന്താണ്? ഷഹനാസിന് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഷഹനാസ് VR സുധീഷിനെതിരെ, കേരളീയരുടെ പ്രിയപ്പെട്ട സാഹിത്യകാരനായ VR സുധീഷിനെതിരെ ലൈംഗിക ആരോപണം ഉയർത്തിയ ഷഹനാസിനെതിരെ VR സുധീഷ് കോടതിയിൽ കേസ് കൊടുത്തു. തന്നെ അപകീർത്തിപ്പെടുത്തുകയാണ്. കാരണം ഷഹനാസിന്റെ സ്ഥിരം സ്വഭാവമാണിത്. അപ്പൊ VR സുധീഷ് വളരെ കൃത്യമായി തന്നെ എന്താ പറയാ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഈ ഷഹനാസ് എന്ന് പറയുന്ന ആള് എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. അതനുസരിച്ച് കോടതി ഇപ്പൊ ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മിക്കവാറും ഷഹനാസ് അകത്താവും. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ അകത്താക്കാൻ വേണ്ടി ശ്രമിച്ച ഷഹനാസും റിനി ആൻ ജോർജൊക്കെ അകത്താൻ പോവുകയാണ്. അപ്പോൾ സ്ഥിതി ആകെ മാറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഫുൾ ജനങ്ങളുടെ സപ്പോർട്ട്. മീഡിയ മാത്രമാണ് ഇപ്പോഴും. പക്ഷെ എന്ത് മീഡിയ? ഈ പരമ്പരാഗത മീഡിയ, പത്രങ്ങളും ചാനലുകളും. ആര് പത്രങ്ങളും ചാനലുകളും ഇത്രമാത്രം ശ്രദ്ധിക്കുന്നു? ഒരു 5% കുറവ്. ബാക്കിയുള്ള 95% വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട്, വാർത്തകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് എന്താ പറയാ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. ആ സോഷ്യൽ മീഡിയയിൽ മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തിനാണ് സപ്പോർട്ട്. അതിൽ തന്നെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തെ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല കേരള രാഷ്ട്രീയം മാറുകയാണ്. രാഷ്ട്രീയ രംഗത്തെ സദാചാരം എന്നൊന്നും പറഞ്ഞ് പാരും വരണ്ട. കാരണം സദാചാരത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറുകയാണ്. രാഹുൽ മാങ്കൂട്ടം പല സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അതിൽ ആർക്ക്
ആർക്കും രാഹുൽ മാങ്കൂട്ടത്തോട് ഒരു വിയോജിപ്പുമില്ല, അല്ലെങ്കിൽ ഒരു വിദ്വേഷവുമില്ല. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണെങ്കിൽ ശരി, ഓക്കെ, അത് ചെയ്യാൻ പാടില്ല. പക്ഷേ കോടതികൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെയും ബലാത്സംഗം ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം തന്നെ ഹാഷ്മിയോട് പറഞ്ഞിട്ടുണ്ട്, ഹാഷ്മി, ഞാൻ ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെയും സമ്മതം കൂടാതെ അവളുടെ ശരീരത്തെ ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം വളരെ ധീരതയോടെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റൂ? എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ക്ലീൻ ഇമേജിൽ, അല്ലെ, ക്ലീൻ ഇമേജിലാണ് രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്, കോൺഗ്രസ് നിലവിലുള്ള MLA-മാരൊക്കെ വീണ്ടും മത്സരിക്കുന്ന പറയുന്നത്. അതിൽ കെ ബാബു മാത്രമേ, തൃപ്പൂണിത്തുറയിൽ കെ ബാബു മാത്രമേ മത്സരിക്കാൻ താനില്ല, എന്റെ ശാരീരിക അവസ്ഥകൾ മൂലം അല്ലെങ്കിൽ പ്രായാധിക്യം മൂലം ഞാൻ ഇനി മത്സര രംഗത്തേക്കില്ല എന്ന് കെ ബാബു പ്രഖ്യാപിച്ചു. ബാക്കിയുള്ള MLA-മാർ മുഴുവൻ മത്സരത്തിനുണ്ട്. എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കും. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഇതേപോലെ ലൈംഗിക ആരോപണ കേസുണ്ട്. മുകേഷ് മത്സരിക്കും. അതല്ലെങ്കിൽ മുകേഷ് മത്സരിച്ചാലും ഗണേഷ് കുമാർ മത്സരിക്കല്ലോ അങ്ങേപ്പുറത്തുനിന്ന്. CPM-ൽ ഈ LDF-ൽ നിന്ന് ഗണേഷ് കുമാർ എന്തായാലും മത്സരിക്കും. അക്കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ലല്ലോ. മരുമോ മത്സരിക്കല്ലോ. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്ത്രീ പീഡകന്മാരൊക്കെ അങ്ങേപ്പുറത്ത് മത്സരിക്കും. പിന്നെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് മത്സരിക്കാൻ എന്താണ് അയോഗ്യത? ഒരയോഗ്യതയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് ലേബലിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മത്സരിക്കാൻ പറ്റില്ല. അപ്പം രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യും? രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി മത്സരിക്കും. അതാണ് ഏറ്റവും പുതിയ പാലക്കാട് നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കും. ഷാഫി പറമ്പിലിന്റെ പരിപൂർണമായ പിന്തുണ നമുക്കറിയാലോ. VD സതീശൻ എന്തൊക്കെ കളിച്ചാലും ഷാഫി പറമ്പിലിനെ മറികടക്കാൻ VD സതീശനാവില്ല. നമ്മൾ കണ്ടതാണല്ലോ. നവയുഗ എന്താ പറയാ യാത്രയിൽ കുറ്റ്യാടിയിലൊക്കെ സംഭവിച്ച സ്നേഹത്തള്ളലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ VD സതീശനെ അധികം തുള്ളാൻ ഷാഫി പറമ്പിൽ സമ്മതിക്കില്ല. മാത്രമല്ല പാലക്കാട് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമാണ്. ഷാഫി പറമ്പിലാണ് വളരെ ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ ആ മുസ്ലിം വോട്ടുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെട്ടിയിൽ വീഴും. കോൺഗ്രസിൽ ഇപ്പൊ മത്സരിക്കാൻ പോകുന്നത് ഈ കനകോലൂരിന്റെ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് മറ്റേ കണ്ണൻ ഗോപിനാഥാണ് എന്ന് കേൾക്കുന്നു. IAS-കാരനായ കണ്ണൻ ഗോപിനാഥ് പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ണൻ ഗോപിനാഥിന് കോൺഗ്രസ്സുകാരുടെ ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല. ആ വോട്ടുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെട്ടിയിൽ തന്നെ വീഴും. പിന്നെ CPM-ന്റെ അവിടെ എന്തോ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്നിട്ട് പറഞ്ഞൊരു പാർട്ടി നമ്മുടെ PK ശശിയുടെ നേതൃത്വത്തിൽ അവിടെ ഈ വിഘടിച്ചു നിൽക്കുന്ന CPM-കാരുടെ ഒരു പാർട്ടിയൊക്കെ അവിടെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാലക്കാട്. അങ്ങനെയാണെങ്കിൽ അവരുടെ വോട്ടും കിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്. ഒരു പ്രയാസവും. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 18,000 വോട്ടിന്, അല്ലെ, 18,000 വോട്ട്, നമുക്ക് അതിന്റെ കൃത്യമായ ആ വോട്ടിന്റെ കണക്കൊന്ന് നോക്കാം. 2024 ബൈ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ? 58,359 വോട്ടാണ് കിട്ടിയത്. C കൃഷ്ണകുമാറിന് കിട്ടിയത് 39,549 മാത്രം. എന്ന് പറഞ്ഞാൽ 18,840 വോട്ടിനാണ് കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടം അതിഗംഭീരമായ വിജയം പാലക്കാട് നേടിയത് കേട്ടോ. ഡോക്ടർ സരീന് കിട്ടിയത് എത്രയാണെന്ന് അറിയോ? 37,293 കിട്ടിയിട്ടുള്ളൂ. 3-ാം സ്ഥാനത്ത് സരീൻ. അപ്പൊ ആ കാര്യം നമുക്ക് നോക്കാനില്ല. നമുക്ക് 2021 ഷാഫി പറമ്പിലിന് അന്ന് കിട്ടിയത് 54,079 വോട്ടാണ്. ഈ ശ്രീധരനായിരുന്നില്ല ഒന്ന്. ഈ ശ്രീധരൻ ജയിക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊരു തോന്നിച്ചൊക്കെ ഉണ്ടായിരുന്നു. 50,220 വോട്ട് ശ്രീധരന് നേടിയിരുന്നു. ഷാഫിക്ക് 54,079 എന്ന് പറഞ്ഞാൽ 3,859. വെറും 3,859 വോട്ടിനാണ് കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിന് മുന്നത്തെ തവണയല്ല, ഈ ഷാഫി പറമ്പിലിന് ഏറ്റവും അവസാനമായി അവിടെ കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് 3,859 അതായത് 2021. ഇനി 2016 2016 ഷാഫിയാണ് ജയിക്കുന്നത്. ഷാഫിക്ക് അന്ന് 17,843 ആയിരുന്നു ഷാഫിയുടെ ഭൂരിപക്ഷം. 17,483 കേട്ടോ, 17,483. അന്ന് ശോഭാ സുരേന്ദ്രനായിരുന്നു 2-ാം സ്ഥാനത്ത്. 40,076 വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ കിട്ടിയിരുന്നു. ചുരുക്കി പറഞ്ഞാല് ഷാഫി പറമ്പിലിന് ആദ്യം ശോഭാ സുരേന്ദ്രനാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് പോലും ഷാഫി പറമ്പിൽ ജയിച്ചത് 17,483 വോട്ടിനാണ് 2016. 2021 ആയപ്പോഴത്തേക്ക് ഈ ശ്രീധരന്റെ കനത്ത വെല്ലുവിളിയുടെ എന്താ പറയാ അതിന്റെ മുന്നിൽ പോലും ഷാഫി പറമ്പില് 3,859 വോട്ടിന് ജയിച്ചു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു 18,000 അല്ലെ, 58,389 വോട്ടുകൾ ലീഡ്. 18,840 18,840 വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത്. എനിക്ക് തോന്നുന്നതല്ല, ഞാൻ മറ്റൊരു ചാനലിലെ എനിക്ക് ഇഷ്ടപ്പെട്ട 2 രാഷ്ട്രീയ നിരീക്ഷകരാണ്. ഒന്ന് NM പിയേഴ്സൺ.
NM പിയേഴ്സിനും മറ്റൊന്ന് നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ രാമേന്ദ്രൻ സാറും NM പിയേഴ്സിനും തമ്മിൽ ഇത് സംബന്ധിച്ച് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന വിഷയം, അതായത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമോ എന്ന ഒരു കാര്യത്തിൽ അവർ തമ്മിൽ ഒരു ചർച്ച നടത്തിയിരുന്നേ. അപ്പൊ അതില് രാമേന്ദ്രൻ സാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഏതാണ്ട് ഒരു 20,000 വോട്ടിന് തന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്ന പറയുന്നത്. എനിക്ക് തോന്നുന്നതാണ്. കഴിഞ്ഞ തവണ 18,000 വോട്ട് കിട്ടി, ഇപ്രാവശ്യം 12,000+ വോട്ട് കിട്ടി. ഇപ്രാവശ്യം രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും അവിടെ കണ്ണൻ ഗോപിനാഥോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുർബലനായ സ്ഥാനാർത്ഥി അവിടെ വന്നാൽ മിക്കവാറും ദുർബലനായ സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ നിർത്തുക. കാരണം പാലക്കാട് ആരായിരിക്കണം? ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് തിരിച്ചെടുത്തില്ല എങ്കിലും അവിടെ ആരായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കുക ഷാഫി പറമ്പിലായിരിക്കും. അപ്പൊ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തും. അപ്പൊ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ദുർബലനായ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ഥാനാർത്ഥിയാകും. ഒറിജിനൽ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടവുമായി മാറും. അങ്ങനെ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നേടുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഫുൾ സപ്പോർട്ടാണ്. ആരുടെ? സണ്ണി ജോസഫിന്റെ അതായത് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിന്റെ ഫുൾ സപ്പോർട്ട്, സുധാകരന്റെ ഫുൾ അല്ല ഡബിൾ അല്ലെ? അങ്ങനെയാണ് ആ ചർച്ചയിൽ ആര് പറഞ്ഞത്? രാമേന്ദ്ര സാർ പറഞ്ഞത്. അതായത് പിയേഴ്സൺ പറഞ്ഞു സുധാകരന്റെ സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സണ്ണി ജോസഫിനേക്കാൾ ഉണ്ടാകില്ലോ. പക്ഷെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആണ്. സുധാകരേട്ടന് അങ്ങനെ ഒരു സ്ഥാനമൊന്നും ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ പാർട്ടിയിൽ സുധാകരേട്ടന് നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരന്റെ എല്ലാവിധ സപ്പോർട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവും.